ദാവൂദ് സാഹിബ് പറഞ്ഞില്ലേ ഈ താനൂർ ബോംബ് സ്ഫോടനത്തിന്റെ കേസ്. താനൂർ ബോംബ് സ്ഫോടനം ഉണ്ടാവുന്ന ആ സമയത്ത് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ 90കളുടെ തുടക്കത്തിൽ 90, 91, 92 ആ കാലത്ത് മലപ്പുറം ജില്ലയിൽ തിയേറ്ററുകൾക്ക് തീ വയ്ക്കുക. ആരാ തീ വെച്ചെന്ന് കണ്ടുപിടിയില്ല ഇല്ലേ? ഒരു സീരിയലായിട്ട് 10 14 തിയേറ്ററുകൾക്ക് മലപ്പുറം ജില്ലയിൽ തീ വയ്ക്കുക. ബിവറേജസ് ഈ മദ്യശാലകൾക്ക്, ചാരായ ഷാപ്പുകൾക്ക് തീ വയ്ക്കുക. ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഇത് മൊത്തത്തിലുള്ള പ്രചാരണം എന്താണ്? മുസ്ലിം മതമൗലിക സംഘടനകൾ ഈ അവർക്ക് ഹറാമായ കാര്യങ്ങൾ, സിനിമ, മദ്യമൊക്കെ ഹറാമാണല്ലോ, തീ വെച്ച് നശിപ്പിക്കുകയാണെന്നാണ്. ഈ താനൂർ കേസന്വേഷണത്തിൽ തെളിഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഇതിന് പിന്നിലും അതായത് ഈ സംഭവങ്ങൾക്കെതിരെ BJPയും RSSും വലിയ പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കാതിരിക്കുകയാണ്. ഈ കേരളം കശ്മീരാകുന്നു അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളുണ്ടല്ലോ. ഈ താനൂർ സ്ഫോടനം ഉണ്ടായപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് അങ്ങ് നിന്നുപോയി. ഈ പ്രൊട്ടസ്റ്റ് നിന്നുപോയി. അത് ഇത് രണ്ട് നമ്മൾ കൂട്ടി വായിക്കണം. എന്ന് മാത്രമല്ല, ഈ പറയുന്ന ശ്രീകാന്ത് എന്ന് പറഞ്ഞ വ്യക്തി ഒരു കൊലക്കേസ് പ്രതിയായി ഒളിവിൽ കഴിയുകയാണ് മലപ്പുറത്ത്. അയാളൊരു CPI കാരനെ കൊന്ന കേസിലെ പ്രതിയാണ്. ഇപ്പൊ ഇയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഐഡന്റിറ്റിയെ പറ്റി ആർസാരൊന്നും പറയില്ല, ആരാ മരിച്ചതെന്ന് പറയില്ല. കുറെ നേരം സുനിൽ എന്ന പേരൊക്കെ പറയുന്നു, വേറെ പേരുകൾ പറയുന്നു. ഇപ്പോൾ ഇയാളുടെ ബോഡി ഏറ്റെടുക്കാൻ വേണ്ടി സഹോദരനാന്ന് പറഞ്ഞ ആശുപത്രിയിൽ വേറൊരാൾ ചെന്നപ്പോൾ നിങ്ങൾ സഹോദരനാന്ന് തെളിയിക്കാൻ പറഞ്ഞപ്പോൾ അയാൾ മുങ്ങി. അതായത് ശ്രീകാന്താണെന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമാണ്. ഇയാൾ കൊലക്കേസ് പ്രതിയാണ്, ഒളിവിൽ നിന്നിട്ടാണ് ഇയാൾ ബോംബ് ഉണ്ടാക്കാൻ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ മലപ്പുറത്തെ സകല ശാഖകളിലും ബോംബ് നിർമ്മാണം പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അന്ന് മലപ്പുറത്തെ ദൈവം രക്ഷിച്ചു. പക്ഷെ എല്ലായ്പ്പോഴും ദൈവം രക്ഷിക്കില്ല, ഇതാണ് പ്രശ്നം.